വഅമിലുസ് സ്വാലിഹാത്ത്, സുകൃതങ്ങൾ നന്നായി വേണം, സുകൃതങ്ങൾ കുറക്കരുത്. ഈമാനിന് താങ്ങും തണലുമാണ് സുകൃതങ്ങൾ. ഈമാൻ ഉണ്ടായാ മതി, അമലൊന്നും വേണമെന്നില്ല എന്ന് കുറെ ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ആ വകുപ്പിൽപ്പെട്ടവരല്ല. ഈമാൻ പറഞ്ഞിടത്തൊക്കെ അല്ലാഹു തആല ഖുർആനിൽ അമലു സ്വാലിഹാത്തും പറഞ്ഞിട്ടുണ്ട്, സുകൃതങ്ങളും അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനും സുകൃതങ്ങളും രണ്ടും വേണം. സൽക്കർമ്മങ്ങൾ ഏതെല്ലാം ഉണ്ടോ ഒരു ചെറുതുപോലും നിസ്സാരമാക്കരുത്. എത്ര ചെറുതാണെങ്കിലും ഏതിന്റെ പേരിലാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് പറയാൻ പറ്റൂല. എത്ര വലുതൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്ര വലുതും ചെയ്യണം. സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സൗന്ദര്യത്തിൽ ഖുർആൻ ഓതുന്ന ഒരു സ്വഹാബിയെ കണ്ടു. നല്ല സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന ഒരു സ്വഹാബി. ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ് സ്വർഗ്ഗത്തിൽ അങ്ങനെ ഖുർആൻ ഓതുന്നത്. എന്തേ അങ്ങനെ ഓതാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, കദാലികുമുൽ ബർറു, കദാലികുമുൽ ബർറു, നിങ്ങളുടെ കൂട്ടത്തിൽ ഗുണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സൗന്ദര്യമാണത്. വഹുവ അബർറു ബി ഉമ്മിഹി, ഉമ്മാക്ക് നല്ല ഗുണം ചെയ്ത് ജീവിച്ച സ്വഹാബിയാണ്. അതിന്റെ സന്തോഷമാണ് സ്വർഗത്തിലൂടെ നടന്നു ഓതുന്ന ഖുർആനിന്റെ ശ്രവണ സുന്ദരമായ ശബ്ദം കേട്ടത്. എന്തൊരു സൗന്ദര്യമാണ് സഹോദരങ്ങളെ ആ കേൾക്കുന്നത്. എവിടെ വെച്ചാണ് ഓതുന്നത്, എവിടെ നടന്നിട്ടാണ് ഓതുന്നത്? സ്വർഗത്തിലാണ്. ചെറിയ ഒരു അമല് പോലും നിസ്സാരമാക്കരുത്. അതിന്റെ ഏറ്റവും വലിയ വില കാണുന്നത് പാരത്രിക ലോകത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ കടന്നൊരാള് ഒരു മരത്തിന്റെ വിഷയത്തിൽ സ്വർഗത്തിൽ കടന്നത്, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ കാരണം ഒരു മരമാണ്, മരത്തിന്റെ വിഷയമാണ്. ചെറിയ കാര്യമാണ്, നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഉള്ളതാണ്. പക്ഷേ അത് രണ്ട് മനസ്സ് മൂളിക്കൊടുക്കാൻ പ്രയാസാണ്. ജനങ്ങൾക്കൊക്കെ തടസ്സമുണ്ടായിരുന്നു, വഴി തടസ്സം നീക്കിക്കൊടുത്തു. ആ മരം കൊണ്ട് മുറിച്ചു മാറ്റിയപ്പോൾ ആളുകൾക്ക് പോകാനും വരാനും ഒക്കെ നല്ല സൗകര്യം. എന്തൊരു സൗകര്യം എന്ന് പറയുന്നത്. ആളുകൾക്കൊക്കെ റാഹത്ത് കിട്ടി. പോകുന്ന ആൾക്കാരൊക്കെ പറയാം അൽഹംദുലില്ലാഹ്, ഇവിടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമ്മളെ വാഹനമൊക്കെ കൊണ്ടുപോകാൻ നല്ല സൗകര്യമാണ്. അയാളെ മുറിച്ചു മാറ്റി, ആ ഒരൊറ്റ മരം മുറിച്ചു മാറ്റിയിട്ട് ഇതൊരു സൗകര്യമുള്ളത് അല്ലേ അല്ലേ. മുമ്പൊരു സ്ഥലത്ത് വാതിന് പോയപ്പോ അപ്പുറത്തും വിശാലമായ സ്ഥലം, ഇപ്പുറത്തും വിശാലമായ സ്ഥലം, നടുവില് ഒരു അര കിലോമീറ്റർ ഇടുങ്ങിയിട്ട്. അപ്പൊ കൊണ്ടുപോകുന്ന ആളോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലം? അതൊന്നുമല്ല ഉസ്താദേ, അവിടെ ഒരു ജ്യേഷ്ഠൻ, ഇവിടെ ഒരു അനുജൻ, രണ്ടാളും അത്യാവശ്യം അല്ലാഹു തആല സൗകര്യങ്ങൾ നൽകിയവരാണ്. പക്ഷെ രണ്ടാളും പറഞ്ഞത് വിശാലത കൊടുക്കേണ്ടത് മൂപ്പരാള് എന്ന് മറ്റാള്, മൂപ്പരാണ് എന്ന് മറ്റാള്. അതങ്ങനെയാണ് പോകാൻ. ആൾക്കാരൊക്കെ പറഞ്ഞ് രണ്ടാളും മരിച്ചാൽ അത് കിട്ടുമെന്ന്. ഒറ്റ വാഹനേ പോകുള്ളൂ. അതിന്റെ അപ്പുറത്ത് രണ്ടെണ്ണം പോകും, ഇപ്പുറത്തും രണ്ടെണ്ണം പോകും, നടുവിലൊന്നേ പോകും. രണ്ടാളും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കുറച്ചുകൊണ്ട് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സുഹൃത്താവും. അവരാ മനസ്സിലേക്ക് മാറ്റിയിട്ട് അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. നമ്മള് വേർക്കല്ല, വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പഞ്ചായത്തൊക്കെ വെറുതെ കഴിഞ്ഞാണ്. ആളുകൾ വിട്ടുവീഴ്ച ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. സൗകര്യപ്പെടുത്തി കൊടുക്കണം, അതൊരു സൗകര്യമാണ്. ചില ആൾക്കാർ നോക്കി നിങ്ങൾ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കൂല. ഇവർക്കാണെങ്കിൽ ദുനിയാവ് എത്ര കിട്ടിയാലും തികയില്ല. മനുഷ്യന്മാർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാനുള്ള വഴി, അവർക്ക് നടക്കാനും അവർക്ക് ഉപയോഗിക്കാനുള്ള വഴി സൗകര്യങ്ങളോട് പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു സൗകര്യമാണ്. അവിടെയും ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്യും. എന്തിന്? അതും കൂടി അവർക്ക് ഇട്ടിട്ട് ആലോചിച്ചോക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല.
അതൊരു സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എന്ത് സുഖാണ്. അത് ഒരു മരത്തിന്റെ വിഷയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഹദീസിൽ പറഞ്ഞു, ജനങ്ങൾക്ക് ശല്യമായി കൊണ്ടിരുന്ന ആ ഒരു മരം മുറിച്ചു മാറ്റി. ഒരൊറ്റ കാര്യം, മുന്തൂക്കം നിന്നു. സാധാരണഗതിയിൽ ആളുകൾ കാണാത്തൊരു വിഷയമാണിത്, പക്ഷെ അതിന് ഫലം കൂടി സ്വർഗത്തിലേക്ക് പോകാൻ കാരണമായി മാറി. അപ്പൊ സുഹൃതങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതുണ്ടാകും, മൂല്യം കൂടുതലുണ്ടാകും. വലിയതുണ്ടാകും, വലിയതാണെന്ന് കരുതിയിട്ട് കുറക്കരുത്. ആ ഒന്നിടത്തോളം ചെയ്യണം. എത്ര അധികരിപ്പിക്കാൻ കഴിയുമോ അത്രയും അധികരിപ്പിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമലുകളിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്ന അമലുകളുമായിട്ടൊക്കെ ബന്ധപ്പെടണം. കാരണം അമലുകൾക്ക് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നേരമുണ്ട്. അപ്പോൾ അമല് ചെയ്യുന്ന ആളുകൾ ചെയ്തവർ തന്നെ ചെയ്തത് മതിയായില്ല എന്ന് തോന്നും. അതിന് മഹാന്മാർ ഉദാഹരണം പറയലുണ്ട്. ദുൽഖർനൈൻ ചക്രവർത്തി, നമ്മൾ അൽകഫിൽ ഓതലുണ്ടല്ലോ, ദുൽഖർനൈൻ രാജാവും ശിഷ്യന്മാരും ഒരു സ്ഥലത്തുകൂടെ യാത്ര പോവുകയാണ്. യാത്ര പോയി ബഹറുദ്ദുലുമാത്തിലെത്തി. ഇരുൾ മുറ്റിയ സമുദ്രം, അങ്ങോട്ടൊക്കെ ഫുള്ള് ഇരുട്ടാ. പക്ഷെ രാജാവിന്റെ പിന്നിൽ, രാജാവും ഒരു വലിയൊക്കെയാണ് മഹാനവറുകളെ പിന്നാലെ ശിഷ്യന്മാരിങ്ങനെ പോകുമ്പോ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ദുൽഖർനൈൻ ചക്രവർത്തി പറഞ്ഞു, കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ചില തിളങ്ങുന്ന കളറുകള്, വ്യത്യസ്ത രത്നക്കളറുകളുള്ള, രത്നത്തിന്റെ ഭാവമുള്ള കല്ലുകളും മറ്റൊക്കെ നിങ്ങൾ കാണും. ആവശ്യത്തിന് ആവശ്യമുള്ളവർ ഇങ്ങനെ എടുത്തോളി എന്ന് പറഞ്ഞു. രാജാവ് മുന്നോട്ട് കുറച്ചാൾക്കാർ കുറച്ചെടുത്തു, കുറച്ചാൾക്കാർ കുറച്ചുകൂടി എടുത്തു. ചില ആൾക്കാർ വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി നല്ല വെളിച്ചപ്പാടുള്ള സ്ഥലത്തെത്തിയപ്പോ ഇവര് തുറന്നു നോക്കുമ്പോ എടുത്തവരും ഖേദിച്ചു, എടുക്കാത്തവരും ഖേദിച്ചു. എടുത്തവര് പറഞ്ഞു, കുറച്ചുകൂടി എടുക്കാന്ന് കേട്ടോ, എന്തോ ഒരു മൂല്യമുള്ള രത്നക്കല്ലാതെ. തീരെ എടുക്കാത്തവര് പറഞ്ഞു, കുറച്ചുകൂടി നമ്മളെടുത്തില്ലല്ലോ, കുറച്ചെങ്കിലും നമ്മളെടുത്തിക്കണേ എന്തൊരു സമാധാനം ഉണ്ടാവും. ഇതേ മോഡലാണ് ആഖിറത്തിലെത്തിയാൽ അമലുകളുടെ ദാരിദ്ര്യം. ചെയ്തവര് പറയും, കുറച്ചുകൂടി ഒക്കെ ചെയ്യായിരുന്നു, സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നില്ലേ, കുറച്ചുകൂടി ഒക്കെ ചെയ്യായിരുന്നു. നമ്മളെ നാട്ടിൽ തന്നെ ജീവിച്ച മറ്റേ നോക്കുകയാണെങ്കിൽ അയാൾ 50 വയസ്സ്, നമുക്കൊരു 15 കൂടി അല്ല, 65. പക്ഷെ അയാൾക്ക് നോക്കാൻ അങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കണം. പലതും അതൊക്കെ കൊടുത്തതും ചെറുതും ചെറുതായിട്ട് കുറെ ചെയ്തു കൂട്ടിയിരുന്നു. അതൊക്കെ ഞമ്മക്ക് കയ്യായിരുന്നു. എത്ര കാര്യങ്ങളാണ് അയാൾ ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് 15 വയസ്സല്ല ഏറെ തന്നെ. പക്ഷെ നോക്കുമ്പോ കുറവാണ്. അമലുകൾക്ക് മനുഷ്യനിങ്ങനെ ദാരിദ്ര്യം വരുന്നൊരു സമയം വരും. അപ്പൊ ഇടങ്ങേറാകരുത്, ഇവിടുന്ന് നല്ലോണം അമല് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അമലിന്റെ ലോകം ഇവിടെയാണ്. അമല് നിറഞ്ഞ രീതിയിൽ ചെയ്യണം. ഏത് ചെറിയ അമലിനെയും ചെറുതായി കണക്കാക്കി തള്ളരുത്. എല്ലാ അമലുകൾക്കും മഹത്വമുണ്ട്. സുഹൃതങ്ങൾ ധാരാളം ചെയ്യണം. ഈമാനിന് വലിയ കട്ടിയും കനവും ആകുന്ന അമലുകളുണ്ട്. ആ അമലുകളുമായിട്ടൊക്കെ ബന്ധപ്പെടണം. അതിൽ മുഖ്യമായിട്ട് നിസ്കാരത്തെ എണ്ണണം. നിസ്കാരം വളരെ മുഖ്യമായ അമലാണ്. സഹോദരങ്ങളെ, ഫർളും സുന്നത്തും രണ്ടും അങ്ങനെ തന്നെ. ഖുർആനോത്ത് വളരെ മുഖ്യമായ അമലാണ്. ദിക്റും സ്വലാത്തും വളരെ മുഖ്യമായ അമലാണ്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കുന്ന രൂപത്തിൽ കൊണ്ടു നടക്കണം. റാത്തിബുൽ ഹദ്ദാദ് എന്നും പതിവാക്കണം. ഒന്നും അത് വിട്ടേക്കരുത്. അഥവാ ക്ഷീണം കൊണ്ടോ മറ്റോ രാത്രി അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ സംഭവിച്ചിട്ട് മഹദി പിറ്റേ ദിവസം അത് വീട്ടിയെടുത്തു എന്ന് ഹദീസിൽ കാണാം. ഒരു ദിവസം രാത്രി അങ്ങനെ ക്ഷീണം വന്നുപോയി. പതിവായി ചെല്ലുന്ന ഓതുന്ന കുറെ സൂറത്തുകളും ദിക്റുകളും ഉണ്ടായിരുന്നു. രാത്രി ക്ഷീണം കാരണം മഹദി അങ്ങ് ഉറങ്ങി. ഇശാ നിസ്കാരത്തിന്റെ ശേഷവും ചൊല്ലി തുടരുന്ന കുറെ ദിക്റുകൾ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ളുഹ്റിന്റെ മുമ്പ് അത് പരിഹരിച്ച് മഹദി അത് വീട്ടിയെടുത്തു. അമലുകളോട് നല്ല ബന്ധം കാണിക്കണം.
ചെയ്യുന്ന അമല് സുഹൃതങ്ങളാകാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മുടെ അമലുകൾക്ക് വേണം. എന്താണെന്നറിയോ? ഒന്ന്, പരത്തി പറയണം, പക്ഷേ ഞാൻ ചുരുക്കട്ടെ. ഒന്ന്, ചെയ്യുന്ന എല്ലാ അമലുകളിലും ഇഖ്ലാസ് കൈമുതലാക്കണം. നിയ്യത്ത് നല്ല നിയ്യത്താക്കി സൂക്ഷിക്കണം. ചെറുതാകട്ടെ വലുതാകട്ടെ, നിയ്യത്തിന്റെ കട്ടിയും കനവും നോക്കിയിട്ടാണ് സ്വീകാര്യത. ഹുസ്നുൻ നിയ്യത്തുണ്ടോ, നല്ല നിയ്യത്തുണ്ടോ, സദുദ്ദേശമുണ്ടോ, ചെയ്തത് എത്ര ചെറുതാണെങ്കിലും അതിന് പരിഗണന ലഭിക്കും. രണ്ടാമത്തെ ഒന്ന്, സ്വാലിഹായ അമലാകണമോ? ചെയ്യുന്നത് മഹാന്മാര് ചെയ്തൊരു പാരമ്പര്യ രീതിയുണ്ട്, അതേ രീതിയിലാകണം നിർവഹിക്കേണ്ടത്. ദുആർക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ദുആർക്കാണ്, ഖുർആൻ ഓത്ത് കഴിഞ്ഞിട്ട് ഒരാൾ ദുആർക്കാണ്. ദുആഇന് ഒരു പാരമ്പര്യ, ഒരു സുന്നത്തുണ്ട്. എന്താണത്? തുടക്കത്തിൽ ഒരു ഹംദും സ്വലാത്തും, ഒടുക്കത്തിൽ ഒരു ഹംദും സ്വലാത്തും, രണ്ടും സ്വീകരിക്കണം. അതാണ് അതിന്റെ സ്വീകാര്യതക്ക് കാര്യമാകുന്ന ഒരു തർത്തീബ്. മദീന പള്ളിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ഭാഗത്തിരിക്കുമ്പോ ഒരു സ്വഹാബി വന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരൊറ്റ ദുആ. സ്വഹാബിയാണ് ദുആർക്കുന്നത്. റബ്ബനാ 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 എന്നും പറഞ്ഞൊരു ദുആ അങ്ങ് ദുആയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബി എണീറ്റ് പോയപ്പോ പറഞ്ഞു, അജില ഹാദാ അജില ഹാദാ, യാക്ക് തിരക്ക് കൂടി പോയി, ബിസിയായി പോയി. ദ്വാരനൊക്കെ നല്ല ദ്വാ തന്നെയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അതിനേക്കാളും മുന്തിരി ദ്വാ ഉണ്ടോ? റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ളലംനാ, നല്ല ദ്വായാണ്. പക്ഷേ ദുആഇന്റെ മട്ടത്തിൽ രൂപത്തിലാകണ്ടേ, അതാകണം. അകണ്ടേ. ബിരിയാണിക്ക് അരി മാത്രം ഇട്ടാൽ മതി, ബിരിയാണി ആവില്ല. അതിന് പേര് വേറെ പറഞ്ഞു. അരി മാത്രം വേവിച്ചാ പോരാ, അതിന്റെ കൂടെ കുറെ ചേരുവകൾ ചേർക്കാനല്ലേ, അതൊക്കെ ചേർക്കണം. അതൊക്കെ ഓരോന്നും ഓരോ പാകത്തിന് വേകണം, വെന്തിട്ട് ഓരോന്നിന്റെയും കൂടെ ചേരണം. അല്ലേ ഇതിനാ പേര് വരും. അല്ലെങ്കിൽ കാണുമ്പോ തന്നെ ആൾക്കാർ പറയും, ഇതായിട്ടില്ല, ഇതിന് പേര് വേറെ വെക്കണം എന്ന് പറയില്ലേ. ഇതേ രൂപത്തിൽ ഇങ്ങനെ ദ്വാരന്ന് പോയപ്പോ തങ്ങൾ പറഞ്ഞ വാക്കാണ് അജിലഹാദ അജിലഹാദ. അപ്പൊ അതേ പ്രയോഗം നമ്മൾ ചെയ്യുമ്പോ നമ്മളെ പറ്റി അങ്ങനെ തന്നെ പറയാം, തിരക്ക് കൂടി. ഇപ്പൊ ഞാൻ മാരിബ് നിസ്കാരം ആൾക്കാർക്കുള്ള ഒരു തിരക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു തിരക്കില്ലാണ്ട് ഓടാണ് സഹോദരങ്ങൾ. ഒരു തിരക്കില്ല. തിരക്കൊക്കെ തന്നെ തീരുന്ന സമയപ്രാരങ്ങൾ പഞ്ഞാണ് വെക്കുമ്പോ തീരും. പിന്നെ ഒരു തിരക്കുണ്ടാവില്ല. പിന്നെ പറയും കൊണ്ടോലി എന്ന് പറയും. കുറച്ചേരം കൂടി വീട്ടിൽ കിടക്കട്ടെ, കൊണ്ടോലി ഇതാണ് കൊണ്ടോലി. അപ്പോഴാ തിരക്ക്. ഇപ്പൊ മാരിബ് നിസ്കാരം കഴിഞ്ഞപ്പോ തൊട്ടടുത്തുണ്ടായിരുന്നൊരാണ്. നമ്മളാ കുറച്ച് ദിക്റുകളൊക്കെ ഇരുന്നിടത്ത് ഇരുന്ന് ചൊല്ലിയിട്ട് പിന്നെ അവിടുന്ന് നീക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം പോലെ കഴിഞ്ഞ് ആൾക്ക് നേരം വേണം. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ റബ്ബനാ ആതിനാ കഴിഞ്ഞു. കണ്ടില്ലേ? ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരുന്നു. മദീന പള്ളിയിൽ ഒരാള് സ്വഹാബിയാ. അതിന് മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അജിലഹാദ അജിലഹാദ, തിരക്കായി. ഒരു റബ്ബനാത്തിനെ ദ്വാരുന്നാ മതി, പക്ഷെ ആ ദുആഇന് പാലിക്കേണ്ട ഒരു അദബുണ്ട്. ആ അദബ് പാലിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അതാ ദുആർക്കാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞങ്ങനെ ദുആർക്കുമ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞാരങ്ങൾ? സൽ ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തൊഴുത്താ നിങ്ങൾക്ക് നൽകപ്പെടും, ചോദിച്ചോളൂ നൽകപ്പെടും. കാരണം ഇത് ദുആയിട്ടുണ്ട്, മറ്റേത് ദുആയിട്ടില്ല. ഇപ്പൊ ദ്വാരക്കണ ദുആ നിസ്കാരത്തിന്റെ ശേഷം തന്നെ, നേരത്തവും നിസ്കാരത്തിന്റെ ശേഷം തന്നെ. പക്ഷെ ഇതാണ് അതിന്റെ ഒരു തർത്തീബില്ലേ, ഒരു ഹംദും സ്വലാത്തും. എത്ര തോന പണിണ്ടോ? ഒറ്റ ദുആ ദ്വാരന്നാ മതി. ഒരു ഹംദും സ്വലാത്തും തുടക്കത്തിൽ ഒടുക്കത്തിൽ ഒരു ഹംദും സ്വലാത്തും രണ്ടും വേണം. പരിഗണിക്കണം. ഖുതുബയിലൂല്ലേ ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ടല്ലേ ദ്വാരക്കണത്? രണ്ടാമത്തെ ഖുതുബയിൽ ദ്വാരക്കുമ്പോൾ അതിന്റെ ആ ഖുതുബിന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും ഇല്ലേ? ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിസ്കാരത്തിൽ നമ്മൾ ദ്വാരക്കുമ്പോൾ നോക്ക് നിങ്ങൾ, ആദ്യമായിട്ട് അല്ലാഹു തആലാനെ ഹംദ് ചെയ്യുന്നു. വത്തഹിയ്യാത്തുൽ